നിറത്തിന്റെയും വംശത്തിന്റെയും പേരിൽ ജനങ്ങളെ വിഭജിച്ചുകൊണ്ടുള്ള സാം പിത്രോഡയുടെ പരാമർശം കോൺഗ്രസിന്റെ നിലപാടാണ് തുറന്നു കാട്ടിയതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഭാരതത്തെ വെട്ടിമുറിച്ചവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും യോഗി പറഞ്ഞു. ഭാരതത്തിലെ ജനങ്ങളെ നിറത്തിന്റെയും ഭൂപ്രദേശത്തിന്റെയും പേരിൽ വിഭജിച്ചുകൊണ്ടുള്ള രാഹുലിന്റെ വിശ്വസ്തൻ സാം പിത്രോഡയുടെ പരാമർശത്തിലൂടെ കോൺഗ്രസിന്റെ നിലപാടാണ് പുറത്തുവന്നതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിമർശിച്ചു. മുൻപ് മൻമോഹൻ സിംഗിനും ഇപ്പോൾ രാഹുൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വത്തിനും ഉപദേശം നൽകുന്ന നേതാവാണ് സാം പിത്രോഡ. 1947 രാജ്യത്തിന്റെ വിഭജനത്തിന് ഉത്തരവാദി കോൺഗ്രസ് ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷവും രാജ്യത്തെ ജാതിയുടെയും പ്രദേശത്തിന്റെയും ഭാഷയുടെയും പേരിൽ വിഭജിക്കുകയാണ് കോൺഗ്രസ് എന്നും യോഗി പറഞ്ഞു. സാം പിത്രോഡയുടെ പരാമർശത്തിൽ കോൺഗ്രസ് നേതൃത്വം രാജ്യത്തെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. आजादी के बाद भी जाति के नाम पर, क्षेत्र के नाम पर, भाषा के नाम पर देश को बांटने का पाप भी कांग्रेस ने किया है. देश के किस खतरनाक साजिश का पर्दाफाश ये हो रहा है, ये सचमुच बहुत खतरनाक मंशा कांग्रेस की दिखाता है. अत्यंत शर्मनाक बयान है, निंदनीय है. भारत जैसे सनातन देश की 140 करोड़ भारतवासियों को अपमानित करने वाला है और कांग्रेस को इसके लिए देश की जनता से माफी मांगनी चाहिए. വിഭജിച്ചു ഭരിക്കുക എന്നത് കോൺഗ്രസിന്റെ അജണ്ടയാണെന്നും യോഗി ആദിത്യനാഥ് കുറ്റപ്പെടുത്തി. ഭാരതത്തിന്റെ കിഴക്ക് മേഖലയിലുള്ളവർ ചൈനക്കാരെ പോലെയാണെന്നും വടക്ക് ഭാഗത്തുള്ളവർ വെള്ളക്കാരെ പോലെയും ദക്ഷിണ ഭാരതത്തിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയാണെന്നുമായിരുന്നു സാം പിത്രോഡയുടെ പരാമർശം. ജനം, ഡൽഹി.